പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത്, നല്ല സമയത്തെ ഓർത്ത് കർത്താവിനോടെ സ്തുതിക്കാണ്, സ്തോത്രം ചെയ്യാണ്. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിപ്പാനും നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശുക്രിസ്തുനാമത്തിലെ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. നമ്മൾ അവിടെ എവിടെ ആയിരിക്കും നമ്മളെ കർത്താവ് കാത്തു പരിപാലിക്കുന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിനായും ദയക്കായും കരുണയ്ക്കായും കൃപയ്ക്കായും ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ലൂക്ക് chapter 22 verse 31 and 32. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സ്തോത്രം. നിന്റെ വിശ്വാസം പോയിപ്പാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുവാണ്, കർത്താവ് പത്രോസിന്റെ വിശ്വാസം പോകാതിരിക്കാൻ അവന് വേണ്ടി കർത്താവ് അപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. നമ്മൾ അറിയുന്നില്ല നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ യേശു എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കും നമ്മുടെ കഷ്ടതകളുടെ നടുവില്, പ്രതിസന്ധി നടുവില് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവം എവിടെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ വചനത്തിലൂടെ നമുക്കൊന്ന് വിശ്വസിക്കാം. നമ്മൾ എന്തിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ നമ്മളൊന്ന് ഓർക്കതുണ്ട്, നമുക്ക് വേണ്ടി യേശു എപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എബ്രായരുടെ പുസ്തകം എബ്രായരുടെ ലേഖനത്തില് 7-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. Hebrews 7 verse 25 also say the same thing, that Jesus is interceding for us. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ 34-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Romans 8:34 verse also it says the same thing, that Jesus is interceding for us. Hallelujah. Gospel of യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് മനുഷ്യർക്കും മധ്യേ ഒരേ ഒരു മാധ്യസ്ഥൻ. ഹല്ലേലൂയ. നമുക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ യേശുവുണ്ട്. നമുക്ക് വേറൊരു മധ്യസ്ഥരുടെയോ മറ്റാരുടെയോ സഹായം ആവശ്യമില്ല. നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മുടെ കർത്താവിനോട് പറയുക. നമ്മുടെ കർത്താവ് പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കഷ്ടാനുഭവങ്ങളുടെ ദിവസങ്ങളില്, പെസഹായുടെ ദിവസങ്ങളിലൊക്കെ ആമേൻ ഈ പത്രോസിനെ ഉടച്ചു കളയുവാൻ, ഒന്ന് കുലക്കുവാൻ പൈശാചിക മണ്ഡലം ശ്രമിക്കുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ യേശു പറഞ്ഞു, സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയാൻ നോക്കുന്നുവെന്ന്. പത്രോസ് ഈ പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്ന്, ഈ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് പത്രോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിന്റെ വിശ്വാസം പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെ, പ്രശ്നങ്ങൾ വരാൻ കാത്തിരിക്കുന്നതുവരെ പ്രശ്നങ്ങൾ വരാൻ നമ്മൾ കാത്തിരിക്കരുത്. പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ എല്ലാം കർത്താവ് നമ്മൾ മുന്നമേ അറിയിക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിന്മേൽ നമ്മൾ ഒരുക്കം പ്രാപിച്ച്, അതിന്മേൽ എന്തെന്ന് മനസ്സിലാക്കി, അതിന്മേൽ കർത്താവിന്മേൽ വെളിപ്പാട് മേടിച്ച് ആ വിഷയത്തിന്മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പരീക്ഷ അടപ്പാടാതിരിക്കാൻ വേണം നമ്മളെ കർത്താവ് വിടിവിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക്
ഉറപ്പായിട്ടൊന്ന് പറയേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയൊരു ശക്തിയും ബലവും എന്ന് പറയുന്നത് നമ്മൾ പ്രതിസന്ധികൾ കാണുന്നതിന് മുമ്പേ യേശു നമുക്ക് വേണ്ടി യേശു കാണുന്നതിന് മുമ്പേ തന്നെ യേശു നമുക്ക് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്നും വിശ്വസിക്കാൻ ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രതിസന്ധി കടന്നു നമ്മുടെ കർത്താവ് അറിയാതെയല്ല. നമ്മുടെ തലയൊരു തലമുടി പോലും പൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ കർത്താവ് അറിയാതല്ല. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കർത്താവ് ഇതറിഞ്ഞിട്ടുണ്ട്, ഇതിന്മേൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തിട്ടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു നമ്മുടെ ബലം എന്ന് പറയുന്നത് അതുമല്ല. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പറയണം, യേശുവേ, അങ്ങേ മുമ്പ് ഇത് കണ്ടതാണ്. ഹല്ലേലൂയ. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിനായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നെന്ന് പറയണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പറയണം, എൻ്റെ കർത്താവ് ഇതെല്ലാം നേരത്തെ കണ്ടിട്ടുണ്ട്. എൻ്റെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി ഇതിനുമേൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതിനായി എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ കർത്താവിന് നന്ദി പറയുന്നെന്ന് എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമുക്കറിയത്തില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾക്കറിയില്ല. നമ്മുടെ ശക്തി ക്ഷയിച്ചു പോയെന്ന് പോലെയും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ തകർത്ത് കളയുമോന്ന് എന്നുള്ളൊരു ചിന്തയിലും ഒരു വ്യാകുലപ്പെടലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബലം ക്ഷയിച്ചു പോകാം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്, നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി എപ്പോഴും പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവെ നമുക്കുണ്ടെന്ന് ഇന്ന് വചനത്തിലൂടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പരീക്ഷകളെ കടന്നുപോയി. ഹല്ലേലൂയ. തകർച്ചകളുടെ നിരാശകളുടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കടന്നു പോകുന്ന എല്ലാത്തിനും തന്നെ നമ്മൾ പോകുന്ന ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ യേശുവും ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത പല പ്രശ്നങ്ങളും കാണുന്നില്ലേ, അറിയുന്നില്ലെന്ന് ശത്രു നമുക്കെതിരായി പലതും ചെയ്യുമ്പോൾ ഈ യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് നമ്മൾ ജയിക്കുവാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങൾ നമ്മൾ ഒരിക്കലും തോറ്റുപോകാൻ നമ്മുടെ കർത്താവ് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ പ്രതിസന്ധികളിൽ അതിന്മേൽ ജയമെടുക്കുവാൻ, അതിന്മേൽ ആ താഴ്ചയിൽ നിന്ന് ഉയർന്നു വരുവാൻ നമ്മുടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി എപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും കർത്താവ് അറിയാതെയല്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നമ്മൾ യേശുപ്പിച്ചനെ നമ്മൾ വേദനിക്കും, നമ്മൾ കൂട്ടുകാരെ വേദനിപ്പിച്ചാൽ, നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതപ്പോൾ അത് യേശുപ്പച്ചൻ അതേപോലെ വേദനിക്കുന്നുവെന്ന്. നമ്മൾ വേദനിച്ചാൽ നമ്മുടെ യേശു നമുക്ക് വേണ്ടി വേദനിക്കുന്നുണ്ട്. നമ്മൾ പ്രതിസന്ധി കടന്നു പോകുമ്പോൾ നമ്മുടെ യേശു അതിന്മേൽ ഭാരപ്പെടുക യേശു അതിന്മേൽ പക്ഷപാതം ചെയ്ത് അതിന്മേൽ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന വിശ്വാസം നമ്മുടെ യേശുവിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യസനയിൽ ഞാൻ പക്ഷപാതം ചെയ്യുമ്പോൾ എൻ്റെ ദൈവമക്കൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ യേശു പരിഹാരം നമ്മൾ പൂർണ്ണ വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മൾ തോറ്റുപോകാനല്ല. ഹല്ലേലൂയ. നമ്മൾ ജയാലുകളായി തീരുവാൻ വേണ്ടിയിട്ടാണ് യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ താഴ്ചയിലായിരിക്കുമ്പോൾ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി യേശു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ധൈര്യം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഉപയാചന കഴിക്കുന്ന കർത്താവിന്റെ പക്ഷപാതം ചെയ്യുന്ന യേശുവിനോട് കൂടെ ഉള്ളപ്പോൾ ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല. ഈ പ്രതിസന്ധി ഞാൻ ചെയ്യാളിയായി മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസത്തോടെ എനിക്കും നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ പിശാച് നമ്മുടെ വിശ്വാസത്തെ കുലുക്കി നമ്മെ താഴെയിടാൻ നോക്കുമ്പോൾ യേശു നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നമ്മളെ ശക്തരാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം കൂടെ പറയട്ടെ. ഈ ലോകത്തിന്റെ പിശാച് നമ്മുടെ വിശ്വാസത്തെ കുലുക്കി നമ്മുടെ താഴെയിടാൻ നോക്കുമ്പോൾ യേശു നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് നമ്മളെ ശക്തരാക്കാൻ വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ നമ്മൾ തന്നെയാണെന്ന്. അല്ല, ഞാൻ ഒരിക്കലും
അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ കർത്താവ് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിക്കുന്ന അനേകർ കാണും. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ നമ്മൾ തന്നെയാണെന്നല്ല, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ, ദൈവമക്കളെന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളൊരിക്കലും ഉപേക്ഷിക്കുകയില്ല, ദൈവം നമ്മളൊരിക്കലും കൈവിടുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു സ്വർഗത്തിന്റെ. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് പിൻപിൽ നമ്മുടെ മുമ്പിലും പിമ്പിലും നടുവിലും കർത്താവ് എപ്പോഴും നടുവിലാണുള്ളത്. നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്തയിലും നമ്മുടെ കിടപ്പിലും കൂട്ടിലെല്ലാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ യേശു നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെ കാവൽ ചെയ്യുവാൻ ഒരു സ്വർഗീയ സൈന്യം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, അതേ അഭിഷേകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു സ്വർഗീയ സൈന്യം നമുക്ക് ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നമ്മൾ ഏത് പ്രതിസന്ധികളിലാകട്ടെ, ഹല്ലേലൂയ, അതിന് ചുറ്റിനും സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സ്വർഗീയ സൈന്യം നമ്മുടെ ചുറ്റിനുള്ള ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പക്ഷപാതം നമ്മുടെ യേശു നമ്മോട് കൂടെയുണ്ട്, നമുക്ക് വേണ്ടി സ്വർഗീയ സൈന്യം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നമ്മളെപ്പോഴും പറയണം, അങ്ങ് എൻ്റെ യേശു എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തതിനാൽ എൻ്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, എപ്പോഴും നമ്മൾ വായിക്കൊണ്ട് പറയണം, എൻ്റെ പ്രതിസന്ധികളുടെ നടുവിലെ, എൻ്റെ പ്രതികൂല നടുവിലെ, ഹല്ലേലൂയ, എൻ്റെ യേശു എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോട് എൻ്റെ യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ, അതിൽ ചെയ്യാളിയെ പുറത്തു വരുന്ന വിശ്വാസത്തോടെ എപ്പോഴും നമ്മൾ വായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളെ വചനത്തിൽ നിന്ന് പകൽക്കാലം ധ്യാനിച്ചതുപോലെ പത്രോസിന് വേണ്ടി യേശു പക്ഷപാതം ചെയ്തിരുന്ന പോലെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി എന്തുമായിക്കോട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, ശുശ്രൂഷയുടെ വിഷയമാകട്ടെ, എന്തായാലും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവിനോട് നിങ്ങളോടും കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേറെ ആരും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യില്ല. നമ്മുടെ ഭർത്താവോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ കുഞ്ഞുങ്ങളോ, നമ്മുടെ മാതാപിതാക്കളോ, സഭാവിശ്വാസികളോ, നമ്മുടെ ശുശ്രൂഷകന്മാരെല്ലാം നമുക്ക് വേണ്ടി പക്ഷപാതം. നമ്മുടെ യേശു കർത്താവ് പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവം എപ്പോഴും ഓർക്കും, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, എൻ്റെ സന്തോഷത്തിന്റെ നടുവിൽ, എൻ്റെ ദുഃഖത്തിന്റെ നടുവിൽ, എൻ്റെ പ്രതികൂലത്തിന്റെ നടുവിൽ എൻ്റെ കർത്താവിനോട് കൂടിയാണ്. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് എനിക്കുള്ളതിനാൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് എപ്പോഴും നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷണിച്ചു പോകാനല്ല, മൗനമായിരിക്കാനല്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പറയണം, ഈ പ്രസംഗം ഞാൻ തളർന്നു പോകുകയില്ല, ഈ പ്രസംഗം ഞാൻ ചെലയാളിയെ പുറത്തു വരും. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, എനിക്ക് പ്രതിസന്ധി വരുന്നതിന് മുമ്പ് മുൻപേ കണ്ട ഒരു ക്രിസ്തു, ഒരു യേശു എനിക്ക് വിശ്വസിച്ചുകൊണ്ട് പറയണം. അതുകൊണ്ടുമാൽ എൻ്റെ കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറുന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിനാൽ ഒരു കാരണവശാലും ഞാൻ പ്രതിസന്ധിയിൽ ഒരിക്കലും തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ തോറ്റു പോകുകയില്ല. ഞാൻ ജയാളിയായി ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് പുറത്തു വരുന്ന വിശ്വാസത്തോടെ ഉറപ്പും ധൈര്യമുള്ളവരെ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറയട്ടെ, എനിക്കും വേണ്ടി നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം യേശുവുണ്ട്. ഹല്ലേലൂയ, നമുക്ക് ആഴെ ഒരു മധ്യസ്ഥയുടെ ആവശ്യമില്ല, ഒരു നേർച്ചകാല ആവശ്യമില്ല. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നേർച്ച കാഴ്ചകൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഒരിടത്തും കൊണ്ട് പൈസ നേർച്ചേണ്ട കാര്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് യേശുവിനെ വിട്ടുകൊടുക്കുക. യേശുവിന് പറയും, യേശുവേ, ഈ പ്രതിസന്ധിയിലെ നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ഈ പ്രശ്നം എന്നെ പുറത്തെടുക്കുന്ന വിശ്വാസത്തോടെ എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഹല്ലേലൂയ എന്ന് എനിക്ക് നിങ്ങൾക്കും പറയാനിടയാകട്ടെ. വചനം കേൾക്കുമ്പോൾ വചനം ഏറ്റെടുക്കുക, വചനത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുവിശേഷം, നമ്മുടെ സത്യവേദ പുസ്തകം നമുക്ക് ഡെയിലി മന്നയാണ്. നമുക്ക് ജീവിതത്തിന് ആവശ്യം എല്ലാം നമുക്ക് നമ്മുടെ സുവിശേഷം, നമ്മുടെ വചനത്തിൽ നമ്മൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ദുഃഖം വന്നാലും സന്തോഷത്തിലും സങ്കടത്തിലും നന്മയിലും തിന്മയിലും എപ്പോഴും ഹല്ലേലൂയ എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവിൻ്റെ വചനം നമുക്ക് ആശ്വാസം തരുന്നതാണ്, നമുക്ക് വിടുതൽ തരുന്നതാണ്, നമുക്ക് ശക്തി തരുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് കൽപ്പിച്ച വചനത്തെ നമ്മൾക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി പറയുന്ന ഒരു യേശുവിനോട് കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ, എൻ്റെ കർത്താവിന് ഞാൻ ഹൃദയം കൊടുത്തെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഉറച്ചു വിശ്വസിക്കുക. എന്ത് പ്രതിസന്ധികളുടെ നിലവിലും എന്നോട് എൻ്റെ ദൈവം കൂടെയുണ്ട്. എൻ്റെ യേശു എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഞാൻ വേദനിക്കുമ്പോൾ എൻ്റെ യേശു വേദനിക്കും.
ക്ഷണിക്കുന്നു. എന്നെ ഞാൻ സന്തോഷിക്കണം, സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ഉറപ്പും ധൈര്യമുള്ളവായിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ വചനത്താൽ നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങേ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിയിക്കാൻ അങ്ങേ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാം എല്ലാ പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിയിക്കാം അരുൾക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിന്റെ ദാസക്കും ദിവ്യഗീതത്തെ നീ കാട്ടുക. കർത്താവേ നിന്റെ ദാസക്കും ദിവ്യഗീതത്തെ നീ കാട്ടുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അടയ്ക്കാം, അല്പസമയം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യം ആശ്രയിക്കുന്ന സ്വർഗ്ഗസ്ഥല പിതാവിന്റെ നിമിഷങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പൂർവാശ്വര തന്റെ വചനം ഞങ്ങൾക്ക് ഒരുമിച്ച് ധാനിപ്പാൻ തന്ന അവസരത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന ഹല്ലേലൂയാ. ഇന്ന് വചനത്തോടെ കർത്താവ് ഞങ്ങൾ സംസാരിച്ചല്ലോ. കർത്താവിന്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുവല്ലോ. ഞങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലെ ഹല്ലേലൂയാ. ഞങ്ങളുടെ പ്രതിസന്ധികൾ കടന്നു വരുന്നതിന് മുമ്പേ തന്നെ കർത്താവ് അത് മുന്നമേ കണ്ട് പിതാവ് സന്നിധിയിൽ പക്ഷപാതം കഴിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളുടെ കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവിന്റെ പകൽക്കാലി വീഡിയോ കാണുകൾക്ക് ചെയ്യുന്നവർ കർത്താവ് പ്രതിസന്ധി നടുവിലായിരിക്കുന്നവര് പ്രതികൂല നടുവിലായിരിക്കുന്നവർ അവർക്കത് വിശ്വാസം ഉറപ്പിക്കണം കർത്താവെ. വചനത്തോടെ കർത്താവിൽ ഉറപ്പിച്ചാട്ടപ്പാ. അവരുടെ പ്രതിസന്ധി അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവരുടെ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസ ഹൃദയത്തിൽ കൊടുത്ത് അവരെ കൃപയായി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്ത് വിഷയമായാലും കർത്താവെ സ്തോത്രം. അതിന്മേൽ ദൈവപ്രവൃത്തി കാണത്തക്ക രീതിയിൽ കർത്താവെ നാളുകൾ കർത്താവ് ദൈവത്വം നിറവേറുവാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഏതെല്ലാം പ്രതിസന്ധികളായിരിക്കുന്നുവോ ദൈവപ്രവൃത്തി കാണാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നമ്മളെ സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാ മാനസരോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ വിടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ പല വിഷയങ്ങളാൽ ജോലിയുടെ വിഷയങ്ങൾ വിവാഹ വിഷയത്തിന്മേൽ പ്രതിസന്ധികളുടെ വിഷയങ്ങളൊക്കെ ആയിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവിടെ കണ്ണീര് കണ്ണോട് മനസ്സലിയണമേ കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടും ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരുമാന മാർഗത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന വഴികളെ തുറക്കണം അപ്പാ. എന്ത് വിഷയമാണ് നിൽക്കുമ്പോൾ കറുത്ത് വരുത്തുന്ന പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന തുണകളെ കൊടുക്കണേ കർത്താവെ. ഉദരഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവേ ഹല്ലേലൂയ. അവിടെ കർത്താവ് തടസ്സങ്ങളും ഒരു കുറവുകളെ ക്ഷമിച്ച് അവിടെ ഉദരഫലത്തെ അനുഗ്രഹിച്ച് കുടുംബം ചെയ്ത് അനുഗ്രഹമാക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നപ്പാ കർത്താവെ. അങ്ങ് അറിയാത്തവർ അനേകർ ലോകത്തെ ഉണ്ടപ്പാ. അങ്ങ് അറിയാൻ കർത്താവ് ഞങ്ങൾ ആകർഷിക്കപ്പെടുവാൻ കർത്താവ് വഴികളും വാലും തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ രാജ്യങ്ങളെ ഓർക്കുന്നു. വഴികളും വാലും തുറക്കണ കർത്താവെ. ലോകമുള്ള സുവിശേഷ പീഡകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ചെയ്യുന്നത് അവർ അറിയുന്നവരെ ക്ഷമിച്ച് കർത്താവെ അവരെ കർത്താവിൽ ആകർഷിക്കപ്പെടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രഹസ്യമായ പരസ്യമായ കർത്താവെ വീഡിയോ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങൾ വീഡിയോ കേൾക്കുന്നവരുണ്ട്. അതിന്മേൽ കർത്താവെ എന്ത് വിഷയമായാലും കർത്താവിന്റെ മേൽ പ്രവർത്തിക്കണമേ. ആര് വിശ്വസിച്ച് ക്ഷണിച്ചു പോകാതെ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ കൃപയിൽ അവരെ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധ വിഷയമായിരിക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രവാസികളായ ഞങ്ങൾ സഹോദരങ്ങളെ ഓർക്കുന്നു കർത്താവെ. അവരെ വിശ്വസിച്ച് ക്ഷണിച്ചു പോകല്ലേ. ജോലികൾ നഷ്ടമായത് മടക്കി കൊടുക്കണപ്പാ. കമലികളെ പോലെ തിരികെ പ്രവർത്തിപ്പാൻ കർത്താവ് വഴികളും വാലുറത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകളിലേക്ക് എല്ലാ വിഷയങ്ങളും മുറ്റുമായി താഴ്ത്തുന്നു. വീണ്ടും കാണും ഞങ്ങളുടെ കൃപ ഞങ്ങൾ മറയ്ക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം നസറേഷ്ഠ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാനെന്നും പറയുന്ന പോലെ യേശു മാത്രം രക്ഷകൻ. യേശു കൂടിയിൽ മാത്രമേ രക്ഷയുള്ളൂ. ഹല്ലേലൂയ. മരണം, രോഗം, അപകടം ഏത് സമയം നമ്മളെ തൊടാം. എന്നാൽ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യജീവിതം. നിത്യജീവൻ എന്ന് പറയുന്നത്. അതിലെത്തിച്ചേരുവാൻ നിങ്ങൾ യേശുവിനെ അറിയണം. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. യേശു വിടുവിക്കും. യേശു സൗഖ്യമാക്കും. യേശുവിന്റെ പക്കൽ സകലത്തിനും ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു അറിയുന്ന നിങ്ങൾ യേശുവിനെ വിളിക്കുന്നു. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാട്ടെ പറഞ്ഞാട്ടെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഗോഡ് ലവ്സ് യു. ഹല്ലേലൂയ. സ്തോത്രം. ഇനിയും നിർത്തട്ടെ.
ഇനി വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു.